പാപ്പനംകോടിനടുത്ത് കരമന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഇടഗ്രാമം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ മെനഞ്ഞാന്ന് രാത്രി 9:30 ഒരു ക്രൂര കൊലപാതകം നടന്നിരിക്കുന്നു. കൊല്ലപ്പെട്ടത് ഷിജോ എന്ന 27-കാരൻ. കുടുംബ വഴക്കിനെ തുടർന്നുള്ള കൂട്ടബഹളത്തിനിടയിലാണ് ഈ ദാരുണ സംഭവം നടന്നത്. കൊന്നതും കൊല്ലപ്പെട്ടതും ആ വീട്ടിൽ വന്ന് താമസിക്കുന്നവർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതവരുടെ വാടക വീടാണ്. നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ഊടുവഴികളിലൂടെയാണ് അവിടേക്ക് പോകേണ്ടത്. അതിനെ ഈ നാട്ടിൽ മുടുക്കുകൾ എന്ന് പറയും. ഇത് കണ്ടെത്താൻ ഇച്ചിരി പ്രയാസമായിരുന്നു. രാത്രിയിൽ നടന്ന കൊലപാതകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ആ ദിവസം മുഴുവൻ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. കൊല്ലപ്പെട്ടയാളിന് വെറും 27 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അവർ എന്തിനാണ് ഇവിടെ വന്നത്? ഇവിടെ താമസിച്ചിരുന്നവർ ആരൊക്കെയാണ്? ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പരിസരത്തുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ അറിയാൻ ശ്രമിക്കാം. ആ വീട്ടിൽ വന്നപ്പോൾ അവിടെ തൽക്കാലം ആരും ഉണ്ടായിരുന്നില്ല. കാവൽ നിൽക്കുന്ന ഏതാനും പോലീസുകാർ മാത്രമേ ആ സമയത്ത് അവിടെയുള്ളൂ. എല്ലാവരും അന്നത്തെ ആ ദുരന്തത്തിന് ശേഷം ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു തരാൻ അവിടെ ആർക്കും അറിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടെ ഇതാണ് അജയൻ എന്ന് പറയുന്ന വ്യക്തി വാടകയ്ക്ക് താമസിക്കുന്ന വീട്. ഇവിടെ അന്നുണ്ടായിരുന്നവർ ആരൊക്കെ എന്ന് നമുക്ക് അന്വേഷിച്ചറിയാം. പ്രധാനമായിട്ടും താമസക്കാരായി ഉണ്ടായിരുന്നത് അജയനും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതയും ഒരു കുഞ്ഞും മാത്രമായിരുന്നു. ഈ ഇടയ്ക്ക് അജയന്റെ സഹോദരനാണെന്ന് തോന്നുന്നു ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് അജീഷ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അയാൾ കൂടി ഈ വീട്ടിലേക്ക് താമസത്തിന് വന്നു. അതുമുതലാണ് അജയന്റെയും ഭാര്യ പ്രീതയുടെയും ജീവിതത്തിൽ ചില വഴക്കും പിണക്കങ്ങളും ഒക്കെ ആരംഭിക്കുന്നത്. നാട്ടുകാർ പറയും പ്രകാരമാണെങ്കിൽ പ്രീതയ്ക്കും അജീഷിനും ഇടയിലുള്ള ചില സൗഹൃദങ്ങളാണോ അജയൻ പ്രീതയോട് വഴക്കിടാൻ കാരണമെന്നും സംശയമുണ്ട്. ശരിക്കുള്ള കാര്യങ്ങൾ അറിയില്ല. നാട്ടുവർത്തമാനം ശരിയാവണമെന്നില്ല. എന്തായാലും ആ വീട്ടിലും ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു. നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന ആ കൊച്ചു കുടുംബത്തിന് എന്തു പറ്റിയോ ആവോ എന്ന് ആൾക്കാരും പറഞ്ഞു. ഇവിടെയൊക്കെ രക്തക്കറകളുണ്ട്. അടിപിടി ബഹളങ്ങൾ നടന്ന, പിടിവലികൾ നടന്നതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാനാകും. പാത്രങ്ങളൊക്കെ പുറത്തോട്ട് എറിഞ്ഞ് ചിതറിയ നിലയിലാണ് ഉള്ളത്. പ്രീതയ്ക്ക് ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളോ ശാരീരിക പീഡകളോ ഒക്കെ അനുഭവിക്കാൻ ഇടയായോ എന്നും സംശയമുണ്ട്. ഒരുപക്ഷെ പ്രീത സ്വന്തം സഹോദരനെയും കുടുംബാംഗങ്ങളെയും ആ വിഷയങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവണം. അത് തിരക്കാനാകുമോ അന്നവിടെ ആൾക്കാർ വന്നത്? പ്രീതയ്ക്കാണെങ്കിൽ ഈ കുഞ്ഞിനെ നോക്കണം. നമ്മൾ പല കുടുംബങ്ങളിലും കാണുന്നത് പോലെ തന്നെ പെൺകുട്ടികൾ ചില നിസാര കാര്യത്തിനൊക്കെ വളരെയധികം പീഡിപ്പിക്കപ്പെടാറുണ്ട്. അവർ പ്രതിസന്ധികളിലും വിഷമങ്ങളിലും ആകാറുണ്ട്. മിക്കവാറും കുടുംബങ്ങളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാനായി തന്നെ അവർ ഒന്നും പറയാറില്ല. ഇതാണ് ശരിക്കും ഭയം. ഇതിനു മുമ്പ് ഇങ്ങനെ അല്ലാതെ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരുപക്ഷെ ആ സ്ത്രീക്കും അറിയണമെന്നില്ല, അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും നാട്ടുകാരൊന്നും ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇത് വിവരിച്ചു തരാൻ തയ്യാറല്ല. പൊതുപ്രവർത്തകരും നാട്ടുകാരും ആ രാത്രിയിൽ, അന്ന് ബഹളം നടന്ന ദിവസം, ഇവിടെ കൂട്ടം കൂടി ആ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കും വരെ ഇവിടെ എരിഞ്ഞ ഒരു അഗ്നിപർവ്വതത്തെക്കുറിച്ച് ആർക്കും പുറം ലോകത്തിന് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. മെനിഞ്ഞാന്ന് സന്ധ്യയോടെ പ്രീതയുടെ സഹോദരൻ രാഹുലിന്റെ കുറച്ച് കൂട്ടുകാരും ഈ വീട്ടിലേക്ക് വന്നു. ആ സംഘത്തിൽ ഉണ്ടായിരുന്ന സിജോയും ഷിജോയും രാഹുലിന്റെ കൂട്ടുകാരാണെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ അവിടെ ചില സംസാരങ്ങളും വാക്ക് തർക്കങ്ങളും വഴക്കുമൊക്കെ നടന്നു. ഈ കൂട്ടരിൽ ചിലരൊക്കെ മദ്യപിച്ചിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവിടെ രണ്ടാണുങ്ങളുടെ ഇടയിൽ ജീവിതം ദുരിതം പേറുന്ന പ്രീതയോടുള്ള അനുകമ്പയും ഉത്തരവാദിത്വവും കൊണ്ടാവാം രാഹുൽ ഇവിടേക്ക് വന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ആൾക്കാരെ കൂട്ടി വന്നതിനാൽ വഴക്കിടുന്ന സമയത്ത് തന്നെ വീട്ടിലുണ്ടായിരുന്ന ഈ അജീഷും
അജയനാണ് ഇപ്പൊ രണ്ടാം പ്രതി. അവർ ആയുധങ്ങളുമായി പുറത്തേക്ക് ചാടിയിട്ടുണ്ടാവാം എന്ന് നാട്ടുകാർ അനുമാനിക്കുന്നു. അജീഷാണ് കുത്തിയതെന്നാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഷിജോയ്ക്കും സുജോയ്ക്കും പരിക്കുണ്ടായിരുന്നു. ഇവർ അങ്ങോട്ട് ആക്രമിച്ചിട്ടാണോ അവർ വീട്ടുകാർ പ്രത്യാക്രമണം ചെയ്തത് എന്നും ചില സംശയങ്ങൾ ഇല്ലാതില്ല. അന്ന് സംഭവ സ്ഥലത്ത് ബഹളം നടക്കുമ്പോൾ ഇവർ അടിപ്പിടി കൂടുന്നവർ വലിയ സംഘമായതിനാൽ തന്നെ അടുത്തുള്ള വീട്ടുകാർ ഒന്നും ഇറങ്ങിയ ലക്ഷണമില്ല. കഴുത്തിൽ ഒറ്റ കുത്ത്. അതോടെ ഷിജോ താഴെ വീണു. സിജോയ്ക്കും പരിക്കേറ്റു. ഷിജോയെയും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും പോകും വഴി ഷിജോ മരിക്കുകയായിരുന്നു. അന്ന് തന്നെ സംഭവ സ്ഥലത്ത് നിന്നും അജീഷ് ഓടി മറഞ്ഞു. പിറ്റേന്ന് വെളുപ്പിന് 5:30 അജീഷിനെ ഡാൻസ് ഓഫ് സംഘവും കരമന പോലീസും ചേർന്ന് കീഴടക്കി. ഒളിവിൽ പോയ അജയനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. FIR-ൽ 1-ാം പ്രതി അജീഷും 2-ാം പ്രതി അജയനുമാണ്. അജീഷ് കുറ്റം സമ്മതിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇല്ലായ്മയിലും സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും കഴിയാൻ പറ്റുന്നവർ എന്തായാലും ഭാഗ്യവാന്മാർ. അതേ നമുക്ക് പറയാനാകൂ. എത്ര പെട്ടെന്നാണ് ദുരന്തങ്ങൾ ആ കൊച്ചു കുടുംബത്തെ അപഹരിച്ചത്. അതോർക്കുമ്പോൾ നമുക്കും വിഷമമുണ്ട്. പോലീസ് കേസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നമ്മൾ കേട്ടറിഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും പ്രകോപനത്തിന് കാരണമായി ഉണ്ടോ എന്നും അറിയില്ല. സഹോദരനും കൂട്ടരും വരുന്ന വിവരം പ്രീത അറിഞ്ഞിരുന്നോ? പ്രീതയെ ആ വീട്ടിൽ മർദ്ദിച്ചിരുന്നോ? ഇതിനു മുമ്പും ഈ സമാനമായ വഴക്കുകളും തർക്കങ്ങളും അടിപിടികളും നടന്നിട്ടുണ്ടോ? ഈ വക കാര്യങ്ങളൊക്കെ പോലീസ് തിരക്കുന്നുണ്ട്. പുറത്ത് കുറച്ച് ചെരുപ്പുകളും പാത്രങ്ങളും ചിതറിക്കിടക്കുന്നു. അകത്ത് തറയിൽ പിടിവലികൾ നടന്നതിന്റെ ലക്ഷണങ്ങൾ. അങ്ങിങ്ങായി രക്തം ചിതറിയ പാടുകൾ. ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വീടിന്റെ മുന്നിൽ ആഴമുള്ള ഒരു കിണറുണ്ട്. ആക്രമിച്ചിട്ട് ഓടിയവർ ഇവിടെ എവിടെയെങ്കിലും ആയുധം ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. സമീപത്താണെങ്കിൽ ആളൊഴിഞ്ഞ ഒരു പറമ്പുണ്ട്. അവിടെ കാട്ടിനുള്ളിലും മറ്റും തെളിവെടുപ്പ് സമയത്ത് പ്രതികളെ കൊണ്ടുവന്ന് പോലീസ് പരിശോധിക്കും. വാദികളാണോ തെറ്റുകാർ, അതോ ഈ പ്രതികൾ തന്നെയോ തെറ്റുകാർ? ഒന്നും നമുക്കറിയില്ല. എല്ലാം പോലീസ് പരിശോധിച്ച് കണ്ടെത്തും. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒരിടത്തും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. സാധാരണഗതിയിൽ പറയുമ്പോൾ മാധ്യമങ്ങൾ എപ്പോഴും ഇരുവശവും അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. എന്താണ് ശരിക്കും നടന്നത് എന്നത് ധാരണയില്ലാതെ നമുക്ക് വ്യക്തമായി ഇതിനെക്കുറിച്ചൊന്നും പറയാനാവില്ല. ചില സമയത്ത് ആക്രമിക്കപ്പെടുന്നവർ ആക്രമിക്കാനായി ആദ്യം തുനിയുന്നവരാവും. പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർ ധാരാളമുണ്ട്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ വില്ലനാകുന്നത് ലഹരി, ചില സാഹചര്യങ്ങളിൽ സംശയരോഗങ്ങൾ. അങ്ങനെ കേരള സമൂഹത്തിൽ ഒന്നാകെ അങ്ങിങ്ങായി ഇതുപോലുള്ള സമാനതകളില്ലാത്ത വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ജാഗ്രതയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ എല്ലാവർക്കും കഴിയട്ടെ.